ഹലോ വെൽക്കം ബാക്ക് ടു ഹൈസിൻസ് ടൈനി ക്രാഫ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇനി ഈ ഒരു ലാമ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഷോപ്പിംഗ് കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 3.5 ലെങ്ത്തിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ മൊത്തം സർക്കിൾ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സർക്കിൾ വെച്ച് നമ്മൾ റോസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മളിങ്ങനെ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് കാണിക്കണം. ഇനി ഇതിൻ്റെ പെറ്റൽ ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വേണം പെറ്റൽസ് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ അറ്റത്തിന് പെറ്റൽ ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഫ്ലവറിന് വേണ്ടിയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അതിൻ്റെ എൻഡിൽ ഗം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ആ ഫ്ലവർ നല്ല ഷേപ്പായിട്ട് വരും കേട്ടോ. അങ്ങനെ എല്ലാ ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ 2 സൈഡ് ടൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ 2 അറ്റങ്ങൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 സർക്കിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു നീളത്തിലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സും ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലാമ്പ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഹാഫ് പേൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫുൾ ഹാഫ് പേൾസും ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സ്റ്റാൻഡ് ഒന്ന് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊന്ന് LED സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.